السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ 110-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഇൻ ദ ടൈം ഓഫ് ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് there were the Jews and the Christians, ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും, who accepted the revelations, വെളിപാടുകളിൽ വിശ്വസിച്ചവരുണ്ടായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച വെളിപാടുകൾ വിശ്വസിച്ച ജൂതന്മാരും ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻസ്, എന്നാൽ എന്താണ് സംഭവിച്ചത്? ദെയർ നോർമൽ ലൈഫ് വാസ് ഡിസ്റപ്റ്റഡ്. അവരുടെ ഈ ജൂത ക്രൈസ്തവ സഹോദരങ്ങളുടെ ദെയർ നോർമൽ ലൈഫ്, സാധാരണ ജീവിതം, വാസ് ഡിസ്റപ്റ്റഡ്. ഈ ഇസ്ലാമിൻ്റെ അധ്യാപനം മൂലം അവരുടെ സാധാരണ ജീവിതം ഡിസ്റപ്റ്റഡ്, തടസ്സപ്പെട്ടു. ആസ് ദെയർ വർ ടു മെനി റിഫോംസ് ടു ബി മെയ്ഡ്, വളരെയധികം പരിഷ്കാരങ്ങൾ, പരിവർത്തനങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായി വന്നു. അവരുടെ ജീവിതക്രമത്തിന് താളം തെറ്റി. വെളിപാട് ശരിയാണ്, അങ്ങനെ അവർ വിശ്വസിച്ചു, അങ്ങനെ വിശ്വസിച്ചവരുണ്ട്. പക്ഷേ അവിടെ അവർ ജീവിച്ചുകൊണ്ടിരുന്ന സാധാരണ ജീവിതത്തിന് ഭംഗം നേരിട്ടു. ദ കമ്മിങ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആഗമനം, പുട്ട് ദം ഇൻ സച്ച് സിറ്റുവേഷൻസ്, അവരെ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് തള്ളിയിട്ടു. വേർ ദേ ഹാഡ് ടു ലീവ് ദെയർ വെൽത്ത്, കാരണം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ they had to leave their wealth, അവരുടെ ധനം ഒരു പരിധിവരെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ബാഡ് ഹാബിറ്റ്സ്, അതുപോലെ മോശം സ്വഭാവങ്ങൾ, അത് ഉപേക്ഷിക്കേണ്ടി വരുന്നു. ലക്ഷറീസ്, അവർ ആർഭാടപൂർവ്വം ജീവിച്ചിരുന്ന അവരുടെ ആർഭാടത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്നു, എക്സെട്ര തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ധനസമൃദ്ധിയിലും സ്വഭാവ ദൂഷ്യങ്ങളിലും ആർഭാടങ്ങളിലുമായി അവർ കഴിയുകയായിരുന്നു. ഇതൊക്കെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അവരുടെ സാധാരണ ജീവിതത്തിന് ഇത് ഭംഗം നേരിട്ടു. ഇപ്പോൾ ഒരു ദൂതൻ വന്ന് നമ്മളോടും പറയുന്നത് ഇതൊക്കെയാണ്. ഇപ്പോൾ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ. പിന്നെ സുബഹി നിസ്കരിക്കണം, അത് കഴിഞ്ഞ് ഖുർആൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയായിട്ടൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ്. കൃത്യസമയത്ത്
എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബാഡ് ഹാബിറ്റ്സിനൊക്കെ തകരാറ് സംഭവിക്കും. ഇതാണ് അവിടെ ജൂത ക്രിസ്തീയ ആളുകൾക്ക് സംഭവിച്ചത്. ജൂത ക്രിസ്തീയ മനസ്സുള്ള നമുക്കും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ രാവിലെ നമുക്ക് ക്ലാസ്സിലേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ ഒന്നുകിൽ നമ്മൾ ഉണരാത്തതായിരിക്കാം. അലിവത്തുള്ള പറയുന്നത് യു മസ്റ്റ് ഇൻക്രീസ് യുവർ അറ്റൻഡൻസ്, നിങ്ങളുടെ ഹാജർ നിലവാരം നിങ്ങൾ ഉയർത്തേണ്ടതാണ് എന്ന് പറയുന്നു. എത്രയോ സഹോദരങ്ങളുണ്ട്, പക്ഷേ അവർക്ക് അറിവുള്ളവരായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് ഇങ്ങനൊരു സമയം മെനക്കെടുത്തേണ്ട കാര്യവുമില്ലായിരിക്കാം. ഏതായാലും അത് വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പം ഈ സഹോദരങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു. യൂത ക്രിസ്തീയ സഹോദരങ്ങൾ വെളിപാടിലൊക്കെ വിശ്വസിച്ചു, പക്ഷേ ഇവരുടെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്നത് അപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കാത്ത നിലയിലൊക്കെ കാര്യങ്ങൾ നടക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ദസ് ദേ ഡിക്ലെയർഡ് എ സൈലൻറ്റ് വാർ വിത്ത് ദ മുസ്ലിംസ്. അതുകൊണ്ട് അവർ മുസ്ലിങ്ങളോട് ഒരു നിശബ്ദ യുദ്ധം ആരംഭിച്ചു. എങ്ങനെ ഇവരുടെ യഥാർത്ഥമായ ആ സത്ത ആയ കാര്യങ്ങളിൽ നിന്ന് അവരെ എങ്ങനെ പിന്തിരിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിച്ച് ഒരു സൈലൻറ്റ് വാർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. വാണ്ടിങ് ടു ഡീവിയേറ്റ് ദം, എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അവരെ വഴിതിരിച്ച് വിടണം. ശരിയായ റൂട്ടിലൂടെ യവന്മാരെ ഇങ്ങനെ വിട്ടാൽ യവന്മാർ അതിരാവിലെ എഴുന്നേക്കും, യവന്മാർ സുബഹി നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, അത് കഴിഞ്ഞ് ഖുർആൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും, പിന്നീട് പോയി കിടന്ന് ഉറങ്ങാതെ പ്രഭാത കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ കഠിനമായിട്ട് അധ്വാനിക്കേണ്ട ഇഹലോക ജീവിതമാണ് എന്ന തിരിച്ചറിവ് മനുഷ്യന് ഉണ്ടാവും. അവൻ അലസമായിട്ടോ എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ചോ സുഖരോലുപതയിൽ കഴിഞ്ഞുകൂടാം എന്നുള്ള വഴിയൊന്നും അല്ല ഇസ്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. ഇതാണ് ഈ പറഞ്ഞ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടായത്. വാണ്ടിങ് ടു ഡീവിയേറ്റ് ദം ആൻഡ് ടേൺ ദം ബാക്ക് ഫ്രം ദിസ് ന്യൂ റിലിജൻ. ഈ പുതിയ മതത്തിൽ നിന്ന് ഈ ആളുകളെയൊക്കെ തിരിച്ച് പഴയ മതത്തിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന് കാണിച്ചു. അതുകൊണ്ടാണ് ഈ ഓരോ നൂറ്റാണ്ടിലും ഓരോ പുതിയ മതം അല്ല നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെ ഉണർത്താൻ വേണ്ടി വരുമ്പോൾ പുതിയ ഒരു വാദവും ആയിട്ട് വന്നേക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ട് എന്ന് പറഞ്ഞ് ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങളും ഈ പാവപ്പെട്ട ദൈവദൂതന്മാരെ അഥവാ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മൊഹീദ്ദീൻ ഷെയ്ഖുമാരെയൊക്കെ തള്ളി പറയുന്നത്, അതൊന്നും സ്വീകരിക്കാത്തതും, എന്നിട്ട് അവർ വലിയ ദീനീ ബോധനം നടത്തുകയാണെന്നുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എന്നിട്ട് പറയുന്നു വിച്ച് അക്കോർഡിംഗ് ടു ദം വാസ് ഡിസ്റപ്റ്റിംഗ് ദെയർ ലൈഫ്സ്. ഈ പുതിയ മതം അവർക്ക് ജീവിതത്തിന് കുഴപ്പം ഉണ്ടാക്കുകയാണ്, ബുദ്ധിമുട്ട് വരുത്തുകയാണ്. അവർ ശീലിച്ചു പോയ അനുവർത്തിച്ചു വന്ന കാര്യങ്ങൾ ശരീര ഇച്ഛകൾക്ക് അനുസൃതമായി ചെയ്യാനൊക്കാത്ത വഴികളാണ് ഈ വരുന്ന ആൾ പറയുന്നത്. അതുകൊണ്ട് ഇതിനെ അവസാനിപ്പിക്കണം, അവരെ പഴയതിലേക്ക് കൊണ്ടുവരണം, ഞങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അലസമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അതല്ലെങ്കിൽ സമ്പാദ്യങ്ങളൊന്നും ജനുവിനാകാതിരിക്കാനുള്ള വഴികൾ. ആ നിലയിലാണെങ്കിലേ ആർഭാടപൂർവമായ ജീവിതം നയിക്കാനൊക്കെ. ഇതൊക്കെ അവരുടെ ചിന്തകളാണ്. ഇതൊക്കെ തന്നെ അല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. ദിസ് ക്രിയേറ്റഡ് എ ഡിറേഞ്ച്മെൻറ്റ്. ഇത് ഒരു താളം തെറ്റിക്കൽ, ഒരു മതിഭ്രമം അവരിൽ സൃഷ്ടിച്ചു. ദേ കുഡ് നോട്ട് അഡാപ്റ്റ് ടു എ സിമ്പിൾ ലൈഫ്. അവർക്കൊരു സാധാരണ ജീവിതം, ഒരു സൗമ്യമായ ഒരു ജീവിതമുണ്ടല്ലോ, അത് അനുരൂപപ്പെടുത്തിയെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദേ കുഡ് നോട്ട് അഡാപ്റ്റ് ടു എ സിമ്പിൾ ലൈഫ്. ഇവിടെ ഇസ്ലാം മാനവൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഒരു ജീവിതക്രമമുണ്ട്. ആ ജീവിതക്രമം വളരെ സിമ്പിളാണ്.
ആർഭാടപൂർവമുള്ള ഒരു ജീവിതമല്ല ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. സിമ്പിളായ സാമാന്യേന കഴിഞ്ഞു പോകണം, ആ നിലയിലുള്ള ഒരു ജീവിതക്രമമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദേ റിജക്റ്റഡ് ദ റെവലേഷൻസ്. അങ്ങനെ അതുകൊണ്ട് അവർ ഈ വെളിപാടുകളെയൊക്കെ അവർ തള്ളിപ്പറഞ്ഞു. ആൻഡ് ദേ വർക്ക്ഡ് അഗൻസ്റ്റ് ദം. എന്നിട്ട് ഇതിനെതിരായിട്ട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ടു ഫിനിഷ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ വ്യാപനം, അതിൻ്റെ പ്രൊപ്പഗേഷൻ നിർത്തണം, അത് വ്യാപിപ്പിക്കാൻ പാടില്ല. ഇപ്പം ഇന്നിപ്പം ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ പ്രൊപ്പഗേഷൻ, പ്രചാരണം എന്താണ് നടക്കുന്നത്? ഒന്നുമില്ല. പ്രസംഗങ്ങൾ മാത്രം, യൂട്യൂബുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗത്തൊഴിലാളികളുടെ ഒരു വലിയ സംഘം നമുക്ക് ഓരോ ഭാഷയിലും നമുക്ക് കാണാൻ കഴിയും. പ്രവർത്തനങ്ങൾ ഇല്ല. പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അല്ലാഹു തആല അയച്ച മുഹീദ്ദീൻ ഷെയ്ഖിലേക്ക് എത്തിപ്പെടേണ്ടതും മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ചെയ്യേണ്ടതുമായിരുന്നു. ചില ആളുകളൊക്കെ നമ്മളൊക്കെ അതിലോട്ട് എത്തി എന്ന് വിചാരിക്കുന്നു, പക്ഷേ നമ്മളതൊന്നും ചെയ്യുന്നില്ല എന്നത് നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. തുടർന്ന് ഖലീഫത്തുല്ലാ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നു. ദേ നോട്ട് ഓൺലി വാണ്ടഡ് ടു അബൻഡൺ ദ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവർ വേണ്ട എന്ന് വയ്ക്കാൻ മാത്രമല്ല അവരാഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ ഏത് കൽപ്പന വേണമെന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. ദേ നോട്ട് ഓൺലി വാണ്ടഡ് ടു അബൻഡൺ ദ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ ശാസനകൾ, കൽപ്പനകൾ വേണ്ട എന്ന് വയ്ക്കണമെന്ന് അവർ ആഗ്രഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ബട്ട് ദേ ഡിഡ് നോട്ട് വാണ്ട് അതേഴ്സ്. മറ്റുള്ളവരും അത് വേണ്ടെന്ന് വെക്കണം. എസ്പെഷ്യലി ദെയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഹു ഹാവ് അക്സെപ്റ്റഡ് ഇസ്ലാം. അവരുടെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളവരും അവരുടെ കൂട്ടുകാരും. അപ്പോൾ കുടുംബാംഗങ്ങളും അതിൽ വരരുത്, അവരുടെ കൂട്ടുകാരും അതിൽ വരരുത്. അവർ സ്വയം അതിൽ നിന്ന് ഒഴിവാകുക മാത്രമല്ല, ദൈവീക കൽപ്പനകളിൽ നിന്ന് അവർ സ്വയം വേണ്ട എന്ന് വെച്ച് പോവുക മാത്രമല്ല ചെയ്യുന്നത്, അവരോടൊപ്പം അവർ മറ്റുള്ളവരും, അതായത് മറ്റുള്ളവരെന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ദെയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, തങ്ങളുടെ കുടുംബത്തിലും സുഹൃത്ത് വലയത്തിലുമുള്ളവർ, ഇസ്ലാം മതം സ്വീകരിച്ചവർ, അവരും അതിലങ്ങനെ തുടരണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇന്നിപ്പം നമ്മളെല്ലാം ഇസ്ലാമിലും മുസ്ലിങ്ങളും ആയിരുന്നു. നമ്മളിപ്പോൾ ഇസ്ലാമും മുസ്ലിമും ആയി അതിൻ്റെ അധ്യാപനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അള്ളാഹ് അയച്ച ആളിനെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളിലുള്ള ആളുകളുടെ സമീപനങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, മുസ്ലിം സുഹൃത്തുക്കൾ, ഇതര സമൂഹ സുഹൃത്തുക്കളുണ്ട്. ഈ അധ്യാപനത്തിലേക്ക് നിങ്ങൾ വന്നു, അല്ലെങ്കിൽ വിശ്വസിച്ചു, നിങ്ങളതനുസരിച്ച് ഒരു നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ സമീപനം എന്തുവാ? കൊച്ചാപ്പമാർ, മൂത്താപ്പമാർ, മക്കൾ, കൊച്ചുമക്കൾ, മറ്റേ എല്ലാം താന്തോന്നികളായിട്ട് അവരവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു. എന്നാലും അവരെ എല്ലാം എടുത്ത് കക്ഷത്ത് വെച്ച് ഇടുക്കിക്കൊണ്ട് ആണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ യഥാർത്ഥമായ നിലയിൽ പ്രബോധിക്കാൻ കഴിയുന്നില്ല, അത് എത്തിക്കാൻ കഴിയുന്നില്ല. ആൾസോ ടു ഫോളോ ദിസ് ഡിവൈൻ റൂട്ട്സ്. അപ്പോൾ ഈ ദൈവിക വഴിയിലൂടെ പോകുന്ന, അത് സ്വീകരിച്ച ആളുകൾ അതിലൂടെ പോകരുത് എന്നുള്ള ഇതിലാണ് നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ ഫ്രണ്ട്സും. എന്നിട്ട് നമ്മൾ എല്ലാം ആ കുടുംബാംഗങ്ങളുടെയും ഈ ഫ്രണ്ട്സിൻ്റെയും കാര്യം സാധിക്കാനും അവരെ കൂടെ കയ്യിൽ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര. കഷ്ടപ്പെടും. ദേ ഡിഡ് നോട്ട് വാണ്ട് ടു പ്രോഫിറ്റ് ഫ്രം ഇറ്റ്. അവർ ഇതിൽ നിന്ന് യാതൊരു പ്രയോജനവും അവർ ആഗ്രഹിക്കുന്നില്ല, ഉണ്ടാകരുത്. ആൻഡ് വെയർ അഫ്രൈഡ് ലെസ്റ്റ് ദ ബിലീവേഴ്സ് പ്രോഫിറ്റ് ഇറ്റ്. അവർക്ക് ഭയമാണ്, ഇതിലൂടെ പോയാൽ ഈ വിശ്വാസികൾക്ക് ഇതിലൂടെ പ്രതിഫലമുണ്ടാവും, അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് അവർ ഭയപ്പെടുന്നു.
ആൻഡ് കം ടു ഗെയിൻ ദ ലവ് ഓഫ് അള്ളാഹ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സ്നേഹവലയത്തിൽ ഇവരാവും എന്നവർ ഭയപ്പെടുന്നു. ഇവരങ്ങനെ അള്ളാഹുവിൻ്റെ സ്നേഹവലയത്തിലാവരുത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിന്നോളം താളം ചവിട്ടി ആ നിലയിൽ നമ്മൾ കൂടെ ചെന്ന് താളം ചവിട്ടുകയും ചെയ്യും ഈ ആളുകളുടെ സന്തോഷവും സ്നേഹവും കിട്ടാൻ വേണ്ടി. ദേ വേർ നോട്ട് ഓൺലി കവേർഡ്സ്, ഇവരൊക്കെ ഭീരുക്കളാണ്. അവർ ഭീരുക്കൾ മാത്രമല്ല, ബട്ട് ആൾസോ ജലസ് ടു ഓഫ് അതേഴ്സ് സക്സസ്. അവർ അസൂയാലുക്കളാണ്. മറ്റുള്ളവർക്ക് നേട്ടമുണ്ടാകുന്നതിനെ അസൂയയോടുകൂടി നോക്കിക്കാണുന്നവരുമാണ്. അവർ ഭീരുക്കളാണ്. ഇവരൊന്നും ശരിയായ വഴിയിലൂടെ പോകുന്നവരല്ല. എസ്പെഷ്യലി ഇൻ ദ സ്പിരിച്വൽ ഫീൽഡ്, വിശിഷ്യ ആത്മീയ രംഗങ്ങളിൽ ഇവർക്കൊന്നും യാതൊരു രീതിയിലുള്ള നന്മയും ഇല്ലാത്തവരാണ്. അവർ ഭീരുക്കളാണ്, അവർ അസൂയാലുക്കളാണ്. മറ്റുള്ളവരുടെ പുരോഗതിയിൽ അവർ ഒട്ടും സംതൃപ്തരല്ല. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ ഈ പരിശുദ്ധമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിന് നമുക്ക് തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ കൂട്ടുകാരുമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് എന്തെങ്കിലും വരുന്നെങ്കിൽ നമ്മൾ ഈ അധ്യാപനം മനസ്സിലാക്കുന്നു എന്നാണ്. അവർ ഇതിലൂടെ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തേ ഇത്ര മോഹം അവരുടെ കൂടെ പോകണമെന്ന്. തസ് അള്ളാഹ് ടോൾഡ് ദ ബിലീവേഴ്സ്, അങ്ങനെ അള്ളാഹു തആല വിശ്വാസികളോട് പറയുന്നു, ടു ബിവെയർ ഓഫ് ദീസ് പീപ്പിൾ. ഈ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം. ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും ശരി, അവരെപ്പറ്റി നിങ്ങൾക്ക് നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം കേട്ടോ. അള്ളാഹ് ടോൾഡ് ദ ബിലീവേഴ്സ്, അള്ളാഹു തആല വിശ്വാസികളോട് പറയുന്നു, ടു ബിവെയർ ഓഫ് ദിസ് പീപ്പിൾ. ഇത്തരം ആളുകളോട് നിങ്ങൾ വളരെ ജാഗ്രത ഉള്ളവരായിരിക്കണം. ഈ സമീപനങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ആളുകൾ, ഈ ജൂത ക്രൈസ്തവ മനസ്സിൻ്റെ ഉടമകൾ. ആൻഡ് ടു റിമെയിൻ അവേ, നിങ്ങൾ ദൂരെ നിന്നോണം. ഫ്രം ദം, അവരിൽ നിന്ന്. ആൻഡ് ടു റിമെയിൻ അവേ ഫ്രം ദം, അവരിൽ നിന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ അകലം പാലിച്ചു കൊള്ളണം, ദൂരെ നിന്നോണം. ലെസ്റ്റ് ദേ ക്രിയേറ്റ് സച്ച് ഡൗട്ട്സ്, ഇല്ലെങ്കിൽ അവർ ദേ ക്രിയേറ്റ് സച്ച് ഡൗട്ട്സ്, അവർ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് വരും. ഞങ്ങളാരും ഇസ്ലാമല്ലയോ, ഞങ്ങളാരും മുസ്ലിങ്ങളല്ലയോ, ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിച്ച് ഞങ്ങൾ പോകുന്നില്ലയോ, ഞങ്ങൾ ഹജ്ജിന് പോകുന്നില്ലയോ, ഞങ്ങൾ ഉംറയ്ക്ക് പോകുന്നില്ലയോ, ഞങ്ങൾ ദാനധർമ്മം ചെയ്യുന്നില്ലയോ, ഇങ്ങനെയൊക്കെ അവർ അതെല്ലാം പറയും. അങ്ങനെ ദേ ക്രിയേറ്റ് സച്ച് ഡൗട്ട്സ്, അങ്ങനെ അത്തരം സംശയങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ അവർ സൃഷ്ടിക്കുകയും ഇൻ ദെയർ മൈൻഡ്സ് വിച്ച് വുഡ് ലീവ് സ്പേസ് ഫോർ ഡിസ്ബിലീഫ് ടു. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒരു സ്ഥലം ഉണ്ടാവും. എന്തിനാ? ഡിസ്ബിലീഫ്, അവിശ്വാസത്തിന്. ടു ടേക്ക് റൂട്ട്, എന്നിട്ട് അതിൽ വേര് പിടിക്കാൻ തുടങ്ങും. അവരുടെ ഈ ചെയ്തികൾ അവരുടെ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഒരു സ്പേസ് നമ്മുടെ ഉള്ളിലിട്ടും. അതുകൊണ്ടാണ് സംഗമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ ആളുകൾ ഓടുന്നത് രാവും പകലും ഇല്ലാതെ. അതാ റമദാന് പ്രത്യേകമായ സംഗമം, കുടുംബ സംഗമം എന്നാണ് പറയുന്നത്. അത് റമദാന് കുടുംബ സംഗമം നടത്തി ഇസ്ലാമിന് വേണ്ടി അള്ളാഹ് അയച്ച ആളിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയ സംഗമം. ചുമ്മാ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിയെന്നുകൊണ്ട് പറയുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സംഗമത്തിലൊക്കെ നമ്മൾ ഓടിച്ചെല്ലും നമ്മുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു. ഖലീഫത്തുള്ള പറയുന്നു, ബിവെയർ ഓഫ് ദീസ് പീപ്പിൾ ആൻഡ് ടു റിമെയിൻ അവേ ഫ്രം ദം ലെസ്റ്റ് ദേ ക്രിയേറ്റ് സച്ച് ഡൗട്ട്സ് ഇൻ ദെയർ മൈൻഡ്സ് വിച്ച് വുഡ് ഹാവ് സ്പേസ് ഫോർ ഡിസ്ബിലീഫ് ടു ടേക്ക് റൂട്ട്. അങ്ങനെ ഇവരുമായിട്ട് നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരിടം കണ്ടെത്തുന്നതാണ്. അങ്ങനെ അവിശ്വാസം മെല്ലെ മെല്ലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വളർന്നു വരാൻ. ദേ ആർ വാട്ട് വി കോൾ ഹിപ്പോക്രൈറ്റ്സ്. ഇവരെയാണ് കപടവിശ്വാസികളെന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ദേ ആർ വെരി ഡേഞ്ചറസ് പീപ്പിൾ. അവർ വളരെ അപകടകാരികളായ ആളുകളാണ്. അത് സ്റ്റേണായിട്ട് നിൽക്കാതെ നമ്മൾ തിരിച്ചു പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ദേ ആർ
വാട്ട് വി കാൾ ഹിപ്പോക്രൈറ്റ്സ്, അവരെ കപടവിശ്വാസികളെന്നാണ് പറയപ്പെടുന്നതാണ്. ദേ ആർ വെരി ഡേഞ്ചറസ് പീപ്പിൾ. അവർ വളരെ അപകടകാരികളായ ആളുകളാണ്. സമയം ദീർഘിച്ചിരുന്നതിനാൽ ഇവിടെ നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ ഇതിൻ്റെ ബാക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജസാക്കുമുല്ലാഹി ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.